മിമിക്രിയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എൻ്റെ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന കയ്യടിയാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് നല്ലൊരു കടി ചെയ്യാമോ? ആദ്യം ആ സൈഡിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരും നല്ലൊരു കടി, ആ സൈഡിൽ മാത്രം. ഓക്കെ, ഇനി ഈ സൈഡിൽ ഒന്ന് എല്ലാവരും ചേർന്ന് നല്ലൊരു കടി. ഓക്കെ, അങ്ങേയറ്റം ആ സൈഡിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരും. താങ്ക് യു. ഇവിടെ ഇപ്പുറത്ത് ഈ കയ്യടി എപ്പോഴും ഉണ്ടാവണോ? ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ച് മേടിച്ചുകൊണ്ടിരിക്കും. കാരണം എൻ്റെ പരിപാടിക്ക് കയ്യടി വേണോ? എന്നാലേ എനിക്ക് ഓരോ ശബ്ദങ്ങളും കൃത്യമായിട്ട് എൻ്റെ ശബ്ദം എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് അടിപൊളി പരിപാടികൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്പോട്ട് ഡബ്ബിംഗ് പെർഫോമൻസ് കണ്ടിട്ടുള്ളവർ ഒന്ന് കൈയടിക്കുമോ? സ്പോട്ട് ഡബ്ബിംഗ് പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങി 4 ഭാഷകളിലെ 40-ലധികം വരുന്ന നായക നടന്മാർക്ക് ഞാൻ ലൈവായിട്ട് ഡബ് ചെയ്യാൻ പോവാണ്. 40-ലധികം വരുന്ന. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, താരങ്ങളുടെ സിനിമയിലെയും മറ്റ് വീഡിയോ സീക്വൻസുകളുടെയും ശബ്ദം നമ്മൾ മ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു സംഭവം നമ്മൾ ചെയ്യുക. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കപ്പയോ കൊഞ്ചോ കരിമീനോ എല്ലാം പോന്നോട്ടെ, എല്ലാം എൻ്റെ ചെലവ്. എല്ലാവരും അടിച്ചു കയറി വാ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു, അവനെ കേസ് കൊടുക്കാൻ പറഞ്ഞു, നീ ചെയ്തില്ല. ഫേസ്ബുക്കിൽ അവനൊരു പോസ്റ്റ് ഇടാൻ പറഞ്ഞു, അതും നീ ചെയ്തില്ല. ഇപ്പൊ ഗ്രൂപ്പിലും പറയണമെന്നാണ്. ഇതാണോടാ നീ തറവ് ബാഗിലോട് ചെക്ക്? കൂടെ പഠിച്ച ഭാരതിനെ കിടക്ക് നല്ല പരിചയമില്ലേ? എന്നാലും ഇങ്ങനെ ഒരു പറ്റ എങ്ങനെ പറ്റണം? നിന്നെയൊക്കെ വിശ്വസിച്ച കല്യാണം കഴിക്കാമെന്ന് എന്നെ പറഞ്ഞാലോ. ഒരു ബ്ലഡി യൂസ്ലെസ് അനിയനും ഒരു യൂസ്ലെസ് ഫ്രണ്ട്. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നേ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. ഗിരിയേട്ടൻ, എന്തുട്ട ഗിരിയേട്ടന്റെ സെറ്റപ്പ്? നീ ആരടാ? നീ ആരാ എൻ്റെ അപ്പനതല്ലൻ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കടാ. നീ ആരുടെ ഡോണാ? ഞാനോட ഡോൺ സെബാസ്റ്റ്യൻ. പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം, ഡ്രഗ്സ് എപ്പോഴും എത്ര വിളിച്ചിട്ട് ഈ 30 വയസ്സാണ് ചെറുപ്പക്കാരാണ് ഈ സാധനം കൊണ്ടുവന്ന ലോകത്തിന്റെ ആദ്യകാലമുള്ള സാധനങ്ങള് ആണോടാ? അങ്ങനൊന്നുമല്ല. വെൻ തിങ്സ് ആർ ഗോയിങ് റിയലി ബാഡ് ഫോർ യു, നമുക്ക് ജീവിതത്തിൽ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. സാർ, ഞാൻ അറിയിക്കോളൂ സാർ. ഇനി മാറിക്കാൻ പറ്റില്ല. കുറെ നേരം ഇങ്ങ് തിരിഞ്ഞു കളിക്കാൻ തുടങ്ങി. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മെ ഇറങ്ങിക്കോളാം. അവര് വീട്ടിൽ പോയിട്ട് ഞാൻ എന്ത് പറയും സാറേ? അവൻ്റെ അടിയകളൊക്കെ നാട്ടിൽ പോകും. അവൻ്റെ അമ്മയെടുത്ത് എന്ത് പറയും? അപ്പൊ അത്രയുള്ള കാര്യം. ഇപ്പൊ മനസ്സിലായി ലൈഫിൽ സിറ്റുവേഷൻ വന്ന് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന്. വെറുതെ പേടിച്ച് നിൽക്കാതെ പറയാനുള്ള കാര്യം ആരുടെയും മുഖത്ത് നോക്കി സ്ട്രോങ് ആയിട്ട് വരണം. ഹാപ്പി അല്ലേ? ആ എന്നിട്ടോ എന്നാ പിന്നെ ഞാൻ ആ എംബ്രോയിഡറി ചെയ്ത ഷർട്ട് ഇട്ട് പോകാൻ മേലായിരുന്നു. അതിട്ട് പോയി ഉറപ്പായിട്ട് ചാൻസ് കിട്ടും. ഏത് ആ ഓലമടലിലെ പണം തുന്നി പിടിപ്പിച്ച ഷർട്ടാ? ഓലമടലോ? അത് മയിൽപീലിയാ. എന്റെ കണി, നിന്റെ മയിൽപ്പീലി സമ്പൂർണ്ണ പരാജയം കേട്ടോ. മോശം വിചാരിക്കണമെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പൊറോട്ടയും ബീഫും ഇഷ്ടമാണോ? ഇന്ന് രാത്രി ഞാൻ നല്ല കിടിലം പൊറോട്ട കിട്ടുന്ന ഒരു സ്ഥലത്ത് കഴിക്കാൻ പോകുന്നുണ്ട്. പോരുന്നോ എൻ്റെ കൂടെ? ഇത് കരുക്കട്, ഇത് രണ്ടും പകിട്. എറിയുമ്പോൾ വീഴുന്നതിനുണ്ടെന്ന് നോക്കി കരു നീക്കണം. ആദ്യയുടെ കരുവെത്തുന്ന ആള് വിജയിക്കും. ഒക്കെ ഒരു ഭാഗ്യം പോലെ. കമ്പി തെറിച്ചത് ഇവൻ്റെ കൈ കൊണ്ടാണെങ്കിലും കേസെടുത്തത് ചവിട്ടിയ പ്രകാശൻ്റെ പേരിലാണ്. ചത്തവനും കുത്തിയവനും സ്വന്തം പാർട്ടിക്കാരായോണ്ട് കേസ് ചവിട്ടിയവൻ്റെ പേരിലായി. എടാ, ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇന്നേ വരെ ഒരു പോലീസ് കേസ് ഉണ്ടാ? ആരടാ എന്നെ കണ്ടെന്ന് നിന്നെ നോക്കി വെച്ചാ ചെയ്യൂടാ. ഇനി നീ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ അങ്ങനെ അനാവശ്യമായിട്ടോ പന്തി പിടിച്ചിട്ടും നെഞ്ചോ കൂടെ ഞാൻ പുറത്തിടും. നീ എന്നെ പറ്റി പറഞ്ഞ അന്വേഷിക്കാനല്ല, വേറെ ആന്റണി, എന്നോട് ലോക്കൽ ഗാർഡിയൻ. ഇങ്ങനത്തെ ചാണ കേസിനൊക്കെ ഷാജി പാപ്പനാണോ സാറേ? ഞാൻ പോരെ, ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഞാൻ അബു അറക്കലബു. ഇതാണോടോ പന്നി ഗജരാജമുത്ത്? കളിയും ഹൈ റേഞ്ചിലും അങ്ങ് പാരീസിൽ പോയി ചോദിച്ചാലറിയാം സാത്താന്. അവന്റെ അമ്മയുടെ ഒരു ഗജരാജമുത്ത്. ഇറങ്ങി പൊക്കോണം സാത്താന്റെ ഹൈ റേഞ്ചിൽ നിന്ന്, ഇല്ലെങ്കിൽ വണ്ടി അടക്കം ഞാൻ കത്തിക്കും. ഹായ് പാപ്പന, അങ്ങ് ഹൈ റേഞ്ച്
ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും ആ അപ്പൻ കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം, മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന നല്ല രണ്ട് തെറി പറയാനും അറിയാം. എടാ മോനെ, എടാ മോനെ, ഞാൻ കാണിച്ചു തരും. അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് ദ ഗൺ. ഓക്കെ. എടാ മോനെ, ബിബി ഹാപ്പി അല്ലേ? ഞാൻ പുറത്ത് നിൽക്കാം. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ സാർക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഒരു പോലീസുകാരനും പറഞ്ഞില്ല. നല്ല വേല പയ്യൻ ഒരു പോലീസുകാരനായിരുന്നല്ലേ അവനെ ഉയരോടെ വെച്ച്. എന്നാ കഥ യൂസ്ഫുൾ ആവും നനച്ച്. ആന അത് എന്നെ ഉയരെ തന്നെ കാപ്പാത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതേയില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. എന്റെ വിക്ടറിനെ കൊന്ന എല്ലാവരെയും ഞാൻ കൊല്ലും. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. ഞാൻ വന്നപ്പോ മുതൽ കുറെ ചെന്നായ്ക്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കുക. ഇനി ഇവിടെ ഞാൻ മതി. ഒരു 2ാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫെയർ അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു 6 വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വ്യക്തമായ ജാതിയുടെ രാഷ്ട്രീയം. ദ പൊളിറ്റിക്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ദ പൊളിറ്റിക്സ് ഓഫ് ഹേറ്റ്. കോക്കസ്, ബെൽറ്റ്, ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ പാട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാട്ടികളെ. வாழ்க்கையில சும்மா ஏதோ ஒரு பணக்காரனை பார்த்து சத்தனோட வாழ்க்கை கூடாது. ஒரு வாட்சி வரலாற வாழ வைக்கிற ஒருத்தனை கொல்ல அவனை கூப்பிட்டு அவனை உட்கார்ந்து வச்சு அவனை டீ எல்லாம் போட்டு கொடுத்து, ஐயா சாமி நான் அவனை கொல்ல போறேன்னு பெர்மிஷன் கேட்டால் ஆள் நீ தான். இதுக்கு பதிலாக நீ என்கிட்ட நீ எல்லாம் பெரிய மனுஷன், உன்னை கொல்லுறதுக்காக நான் 27 வருஷமா வெயிட் பண்ணிட்டேன்னு சொல்றேன். ഓയ് മമ്മൂട്ടി. ഇന്ദു റെബേക്ക വർഗീസ്. എനിക്ക് മമ്മൂട്ടി ഇഷ്ടമാണ്. இந்த பைபிள் பகவத 2 மணி பற்றி ஒன்று சொல்லிருக்கா. நீ யாரா இருந்தாலும் நீ வந்த வேலையை முடிச்சக்க நீங்க கிளம்பணும். ஆனா அந்த வேலை முடிதுக்குறீங்க நீங்க வாழணும். நீ என்ன வேலை செய்யணும்னு நான் சொல்றேன். நீ என்னென்ன வேலை செய்யணும்னு நான் சொல்றேன். புரியுதா உனக்கு? அப்படியா துரை, என்ன கொன்ன நானா இருந்தா அவங்கள கொன்ன எனக்கு உங்களை கொல்றதுக்கு எவ்வளவு டைம் வேணும்னு நீங்க நினைச்சு பாரு. இப்ப என்ன கூப்பிட்ட ரோலெக்ஸ்? ரோலெக்ஸ் சார், call me சார். எஸ் சார். ஓகே சார். ஜஸ்ட் சார். சார், சிங்கம் வேட்டையாடும் போது காடும் செருப்பா இருக்கலாம், அப்போ அது பசியோடு இருக்கும்போது காடும் பட்னி கிடப்பா. இந்த மாதிரி நேரத்தில் வீரங்கள் எல்லாம் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? വാർത്തകളാ. എന്റെ കണ്ടെയ്നർ മേലെ കൈവച്ചത് ആര്? അപ്പൊ നീ പറഞ്ഞില്ലെങ്കിലോ ഞാൻ എന്താ നിന്നെ ഡിന്നറിന് കൂട്ടിയിട്ട് പോവോ? എന്താ മോനെ? കുട്ടി ബോംബേക്കാരാ, ജാവോ എന്ന് പറയണം. ജാവോ. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ. ഫയർ. இல்லை கொஞ்ச நேரத்துக்கு முன்னாடி நான் உங்ககிட்ட சொல்லணும்னு நினச்சேன். உங்களை டிஸ்கரேஜ் பண்ணிக்க கண்டிப்பாக ஒரு கூட்டம் இருக்கும். உங்களால் அது முடியல, உங்களால் இது முடியல, உனக்கு அது செட் ஆகாது, உனக்கு இது செட் ஆகாது அப்படியெல்லாம் சொல்கிற. ஆனால் அது வந்து எடுத்துக்காதுங்க. உங்கள் உள்ள ஒருத்தர் இருப்பார், உங்கள் உள்ள ஒருத்தி இருப்பார். அவ என்ன சொல்லணும், அவ என்ன சொல்லணும் அது மட்டும்தான் கேட்கணும்.
Violence, violence, violence. I don't like. I avoid. But violence likes me. I can't avoid. ரொம்ப தூரம் போயிட்டேன். ஃபுல்லாக முடிச்சா தாச்சிட்டு போட முடியும். हुकुम टाइगर का हुकुम.